ഡോണറ്റ് നമുക്ക് ഫില്ലിങ് വെച്ചത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്രീമിയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? നല്ലൊരു ടേസ്റ്റാണ്. അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഡോണറ്റ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് 2 തരത്തിലുള്ള ഡോണറ്റ് ആണ് കാണിക്കുന്നത്. ഒന്ന് ഡോണറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു തരം ഡോണറ്റും, പിന്നെ ഉണ്ടാക്കുന്നത് ഡോണറ്റിന്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് നിറച്ചിട്ടുള്ള മോഡലുമാണ് കാണിക്കുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള ഡോണറ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതിനെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. നമ്മളപ്പോൾ ഈ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മൈദ വേറെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പരത്തുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 4-5 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടി കുഴക്കാൻ ആവശ്യത്തിന് പാല്, ചെറിയ ചൂടുള്ള പാല്, ഉപ്പ്. പിന്നെ നമ്മൾ ഡോണറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ആണ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഓയിലാണ് വേണ്ടത് നമുക്ക് ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ ചൂടുള്ള പാലും ഈ ഈസ്റ്റും ഷുഗറും കൂടെ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് പൊങ്ങാൻ വെക്കാം. അത് പൊങ്ങി വന്നതിന് ശേഷം വേണം നമുക്ക് ഈ മൈദ കുഴച്ചെടുക്കാം. ഇപ്പം ഞാനൊരു ഗ്ലാസ്സാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ചൂടുള്ള പാല് ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ഇതേ കണ്ടില്ല, നമ്മുടെ ഈസ്റ്റ് ഇതേ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഈ പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ച് വെക്കാം. ഇനി നമുക്ക് ഈ ഈസ്റ്റ് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഷുഗറും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ പാൽപ്പൊടി ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പോരാത്തതിന് കുറേശ്ശെ പാല് ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ എപ്പോ എന്ത് സാധനത്തിന് നമ്മൾ ഈസ്റ്റ് കുഴച്ച് നമ്മൾ പൊടി ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കൂടെ കുഴച്ച് വെക്കണം. എപ്പോഴും നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണാം, നമ്മൾ ഈസ്റ്റ് നേരിട്ടിട്ട് മൈദയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് പൊടിയാണോ എടുക്കുന്നത് ആ പൊടിയിലേക്ക് നേരിട്ട് ഇട്ടിട്ട് കുഴച്ച് വെക്കുന്നത് കാണാം. പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ലത് നമ്മൾ പാലെടുക്കുക, ചെറിയ ചൂടുള്ള പാലെടുത്ത് അതിൽ ഷുഗറും ഈസ്റ്റും ഇട്ടിട്ട് കലക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ പാല് പൊങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കണം. ആ പാല് പൊങ്ങി വന്നാൽ മാത്രമാണ് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും ഈസ്റ്റ് പൊങ്ങാതിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഈസ്റ്റ് പഴയതാണെങ്കിൽ, അല്ലെങ്കിൽ പാല് ചൂട് കുറഞ്ഞിട്ട് പാൽ ചൂട് കൂടിയിട്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈസ്റ്റ് പൊങ്ങാതാവും. അപ്പൊ നമ്മളത് നേരിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ട് കുഴച്ച് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് ഈ മാവ് പൊന്തി കിട്ടിയില്ലെങ്കിൽ ഇത്രയും മാവ് നമ്മളുടേത് വേസ്റ്റ് ആയിപ്പോവും. മാവ്, ബട്ടർ, പല സാധനങ്ങളും നമ്മളിതിൽ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റേത് നമ്മൾ പാലിൽ മാത്രമായിട്ട് നമ്മൾ കുഴച്ച് വെക്കുകയാണെങ്കിൽ അത് പൊങ്ങിയിട്ടില്ലെങ്കിൽ ആ
പാൽ മാത്രം കളഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് പാലിൽ കലക്കി വെച്ചാൽ മതി. അപ്പൊ അത്രയും സാധനങ്ങൾ നമ്മുടെ വേസ്റ്റ് ആവുള്ളൂ. ഇതാവുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങൾ വേസ്റ്റ് ആവും. അപ്പൊ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നേരിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പൊടിയിലേക്ക് മാവ് ഇട്ട് കൊടുക്കരുത്. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുഴിയുള്ള ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് മൂടി വെക്കണം. അപ്പൊ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ, ചിലപ്പോ ഒരു നമ്മളുടെ ഇവിടുത്തെ ചൂടിന്റെ ഇതിനനുസരിച്ചായിരിക്കും മാവ് പൊങ്ങുന്നത്. 1 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഡബിൾ സൈസ് ആയിട്ട് കിട്ടും. എന്നിട്ട് വേണം നമുക്ക് ഇതിന്ന് ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ നമുക്കൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോ നമുക്ക് നമ്മളെ ഡോണറ്റിന്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്ക് അതിന്റെ ഉള്ളിൽ നിറക്കാനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2.5 കപ്പ് പാല് വേണം. അത് നിങ്ങൾ എടുക്കുന്ന ഡോണറ്റിനനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ മതിയിട്ടാ. ഞാനിപ്പോ 2.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 6 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പൊ നമ്മൾ അടുപ്പിൽ ഏത് പാത്രത്തിലാണ് കുറുക്കുന്നത് എന്ന് വെച്ചാൽ ആ പാത്രം നമ്മൾ അടുപ്പിൽ പാല് ഒഴിച്ച് വെക്കുക. ഞാനിപ്പോ ഈ പാത്രത്തിൽ പാല് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അളന്ന് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 6 മുട്ടയുടെ യോക്ക് എടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ എഗ് യോക്കും കോൺഫ്ലവറും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തതിന്റെ ശേഷം വാനില എസൻസ് ഒഴിച്ചാലും മതി. ഇപ്പൊ ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പൊ ഇത് ഇരുന്ന് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പൊ നമുക്ക് ഇനി വാനില എസൻസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ നമ്മൾ വെക്കരുത്. നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക പുഡിങ്ങൊക്കെ പോലെ കട്ടിയായിട്ട് പോവും. അപ്പൊ അങ്ങനെ ആ ഒരു പരുവല്ല നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഇടക്കിടക്കൊന്ന് ഇളക്കി വേണം ചൂടാക്കി എടുക്കാൻ. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഡോണറ്റിൽ ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മാവ് കുഴച്ചത് എന്തായിട്ടുണ്ട്, പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇപ്പൊ ഇതേ കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് രണ്ടാക്കിയിട്ട് പങ്കുവെക്കാം. പകുതി മാവ് നമുക്ക് മാറ്റി വെക്കാം. രണ്ട് ഭാഗമാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരു ഭാഗം തന്നെ ആക്കാം, അധികം പൊടിയില്ലേ. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു കനത്തിൽ നമുക്ക് പരത്തിയെടുക്കുക. ഞാനിപ്പോ ഡോണറ്റിന്റെ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് പതുക്കനെ എടുത്തിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കണം.
ഒന്ന് പൊങ്ങി വരാം. ഒന്നും കൂടെ പൊങ്ങിയിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഡോണറ്റ് നമ്മൾ പതുക്കനെ എടുത്ത് ഈ നടുവിലത്തെ ഇത് എടുത്ത് മാറ്റുക. ആദ്യം മുട്ടിച്ച് വെക്കേണ്ട. ഇനി നമുക്ക് ഈ ബാക്കി വന്നിരിക്കുന്ന മാവ് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ പൊങ്ങും. എന്നിട്ട് ഇത് പരത്തിയിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിത് ഒന്നും കൂടെ പൊങ്ങാൻ വെക്കാം. അപ്പൊ ആദ്യം നമ്മൾ എടുത്ത മാവിൽ നിന്ന് പകുതി മാവ് ഞാൻ വേറെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നത് ഈ ഫില്ലിങ് വെച്ചിട്ടുള്ള ഡോണറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കട്ടറാണ് എടുത്തിരിക്കുന്നത്. നടുവിൽ ഹോൾ ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ഫില്ലിങ് നിൽക്കുക ഈ ഒരു കട്ടറിൽ വെക്കുമ്പോഴായിരിക്കും. നമ്മൾ നേരത്തെ വെച്ച ഡോണറ്റ് പോലെ തന്നെ അവിടേക്ക് നമുക്ക് ഇതും നമുക്ക് എടുത്തു വെക്കാം. ആദ്യം എടുത്ത ഡോണറ്റിന്റെ മാവും ഇപ്പോ എടുത്ത ഡോണറ്റിന്റെ മാവുണ്ട്. രണ്ടും കൂടി നമ്മൾ ഒന്നാക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഡോണറ്റിന്റെ കട്ടർ ഇല്ലാച്ചെങ്കിൽ എന്തെങ്കിലും ഒരു കുപ്പിയുടെ മൂടി ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു മൂടി ഉണ്ടെങ്കിൽ, അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കേക്കിൻ്റെ നോസിലാണ് എടുത്തിരിക്കുന്നത്, അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഞാൻ ചെറിയ ഡോണറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഡോണറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടർ ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ബാക്കി വന്ന മാവ് പിന്നെയും കുഴച്ച് നമുക്ക് പിന്നെയും ഡോണറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് പൊങ്ങാൻ വെക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം എടുത്ത മാവ് ഡോണറ്റ് ഉണ്ടാക്കിയ മാവ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ചധികം വേണം. നിങ്ങൾക്ക് കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടതെങ്കിൽ ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് ഓരോന്ന് ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വേഗം തീരാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോണറ്റിൻ്റെ ഒരു സൈഡ് ഗോൾഡൻ കളറായിട്ടുണ്ട്. അടുത്ത സൈഡും കൂടി ഗോൾഡൻ കളറായാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഡോണറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ എപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഡോണറ്റ് ആദ്യം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫില്ലിങ് നിറക്കാനുള്ള ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ നമ്മൾ ഹോൾ ഇടാതെ ഫില്ലിങ് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഡോണറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗോൾ ഷേപ്പിൽ പൊങ്ങി നന്നായിട്ട് വരും. അപ്പോഴാണ് നമുക്ക് ഇതിൽ ഫില്ലിങ് നടക്കാൻ കുറച്ചും കൂടി നന്നായിരിക്കുക. അതെല്ലാം നിങ്ങൾക്ക് സാധാ ഡോണറ്റിൽ തന്നെ ഫില്ലിങ് നടക്കണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ നടക്കാം നമുക്ക്. പക്ഷെ ഇതിലാകുമ്പോൾ കുറച്ചും കൂടിയും കൂടുതൽ നമുക്ക് നടക്കാൻ പറ്റും. ഇപ്പൊ അതേ ഞാൻ ഡോണറ്റ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫില്ലിങ് നടക്കാനുള്ള ഡോണറ്റാണ്. ഇത് വലുത്. ഇത് കുറച്ച് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ചെറിയ തരത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്കിത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇത് ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റിന്റെ ഇങ്ങനെ വലിയ ബാറ് വാങ്ങിക്കാൻ കിട്ടും. അതിന് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കണ്ടൻസ് മിൽക്കും ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻസ് മിൽക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പശുവിൻ പാല് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോ ഓവനിൽ വെച്ചിട്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ബൗളിലേക്ക്, നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അടുത്തയിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കണ്ടൻസ് മിൽക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റിന്റെ മേലേക്കും കുറച്ച് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിന്റെ മേലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇത് ഓവനിൽ വെച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഓവൺ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വെക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 1 മിനിറ്റ് നേരം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഓവൺ ഒന്ന് തുറന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ചൂടാവാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോവും. അപ്പൊ നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി ചൂടാക്കി എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വൈറ്റും ചോക്ലേറ്റും നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ 2 തരത്തിലുള്ള ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഞാനിപ്പോൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കളറിൽ സ്ട്രോബെറി, മാംഗോ അങ്ങനെ എല്ലാ കളറിലും ഇപ്പോൾ ചോക്ലേറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ചെയ്യാം. ഇത് നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വൈറ്റ് ഡോണറ്റിന്റെ മേലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് നിർബന്ധമുള്ളതല്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും നമുക്ക് ചെയ്ത് കൊടുക്കാം. നട്ട്സുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ഡോണറ്റും കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൂടുതലും ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും കൂടുതൽ വൈറ്റ് ചോക്ലേറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൂടുതലും ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചാണ് ഡോണറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ അതേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റാർഡിൻ്റെ കുറുക്കാണ് ഇത് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഡോണറ്റ് ഫ്രൈ ചെയ്തെടുത്തു. അപ്പം നമ്മളൊരു കത്തി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ട ഇതേപോലെ കുറച്ച് ഉള്ളിലേക്ക് വേണമെങ്കിൽ ഒന്ന് കത്തി കൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് ആഴത്തിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇപ്പോൾ അതേ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. വെറുതെ ഒരു റൗണ്ട് ഇതിലുള്ള നോസിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഈ ഒരു ഫില്ലിങ് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡോണറ്റ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ക്രീം ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് കിട്ടണില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഇങ്ങനെ ഹോളാക്കി വെച്ചതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് വിരലിട്ടിട്ട് ഒന്നും കൂടി പതുക്കെ ഒന്ന് അകത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഫില്ലിങ് വെക്കാൻ പറ്റും. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാലും കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് ഓരോ ഡോണറ്റ് എടുത്തിട്ട് ഷുഗർ പൗഡറിൽ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളുടെ ഡോണറ്റ്, 2 തരത്തിലുള്ള ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ കസ്റ്റാർഡ് പൗഡർ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്താലും മതി. പക്ഷെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് ഈ ഇതിന്റെ ഫില്ലിങ് നടക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വലിയ ഡോണറ്റ് ഉണ്ടാക്കിയിട്ട് 2-3 സൈഡിൽ കത്തി വെച്ച് ഞാൻ ഈ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫില്ലിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നട്ട്സ് വെച്ചിട്ടും ഷുഗർ പൗഡർ വെച്ചിട്ടും അതേപോലെ തന്നെ ഈ ചോക്ലേറ്റ് ഇപ്പൊ സ്ട്രോബെറി, മാംഗോ, ബ്ലൂബെറി അങ്ങനെ പല തരത്തിലുള്ള ചോക്ലേറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ മേലെ ചെയ്തെടുക്കാം. എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും.